നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന ഒരു മിറാക്കിൾ, എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നതെന്നും നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ളൊരു കറൻറ്റ് എനർജി, ഇപ്പോഴത്തെ ഒരു എനർജി, നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ആളുകളുടെ ചിന്തകൾക്ക് മാറ്റം വരുമല്ലോ, അതനുസരിച്ച് നമുക്ക് ഈ ഒരു എനർജികളും ചേഞ്ചായി വരുന്നതായിരിക്കും. അപ്പം ആ ഒരു ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിൽ കാണുന്നോ ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻസ് വീഡിയോസുകളാണ് നമ്മുടെ എല്ലാം തന്നെ. നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത്, അത്രത്തോളം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റെസനേറ്റ് ആവുകയും നെഗറ്റീവാകുന്ന എനർജികളെയും നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നിങ്ങളുടെ സോളിൽ നിന്ന്, നിങ്ങളുടെ മൈൻഡിൽ നിന്നും ഹീലാക്കി കളയാനും കൂടി നമ്മുടെ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് പോസിറ്റീവായി തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് യൂണിവേഴ്സൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നിങ്ങളിൽ എത്തിച്ച് തരുമെന്നത് 100% വിശ്വസിക്കുക. ഇത് പോസിറ്റീവായ ഒരു എനർജിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റീഡിങ്സ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കാണുക. ഇതിനകത്തെ എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളിലേക്ക് അത് റെസനേറ്റായി വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് ആണ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേജ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ മുന്നോട്ടേക്ക് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തു പോയിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് കളയാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പ്രീഷ്യസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട്, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡോ മോശമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ ഒരു പ്രീഷ്യസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, ഒരിടത്തും തിരിഞ്ഞ് നിൽക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കെയറിങ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണ ബോധ്യമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതിൽ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ശക്തമായിട്ട് തന്നെ ഹോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും. ഒരു നല്ലൊരു കാലം, നല്ലൊരു സന്തോഷം, നിങ്ങൾക്ക് പാസ്റ്റിൽ ലഭിച്ചിരുന്ന ആ ഒരു സ്നേഹം, പ്രണയം, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ സപ്പോർട്ട്, സാന്നിധ്യം, ഇതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന ഒരു വിശ്വാസം ഇപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ടേക്ക് പോകുക എന്നത്. നിങ്ങൾ വളരെയധികം ഒരു ഡേഞ്ചറസ് സോണിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം മാനസികമായി ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൈവിട്ടു പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം പിടിച്ചു നിൽക്കുന്നു. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു താളം തെറ്റിയ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ പിടിച്ചു നിർത്തി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത്. വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ, ചിലരൊക്കെ ചില പുതിയ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം. ജോലി സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ അപ്പോഴും ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നു. അവരുടെ ഒരു വരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ.
പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇതിനെ വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം ഒരുപാട് ദൂരെയാണ് ഈ ഒരു പേഴ്സൺ, ഒരുപാട് വിട്ട് നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് വരിക എന്നത് ചിലപ്പോൾ അസാധ്യമാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരും. കുറച്ച് ഡിലേ ആയാലും ഒരു ഗുഡ് ന്യൂസ് എന്നെ തേടി വരും. ആ ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ എന്നിലേക്ക് വരും എന്ന ആ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പുതിയ ഒരു തുടക്കം, ചിലപ്പോൾ ബിസിനസ്സായിട്ടൊക്കെ ചിലർ സാമ്പത്തികമായി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ഗുഡ് ന്യൂസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ രീതിയിലും ഭൗതികമായിട്ടും ഇമോഷണലിയും എല്ലാം നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക എന്ന ആ ഒരു ലക്ഷ്യം വെച്ചാവാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ, അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു സത്യസന്ധമാകുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്ന ഒരു ശക്തമായ മിറാക്കിൾ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ് കേട്ടോ. നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഒരു ജസ്റ്റിസാണ്. നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളുടെ ആ ഒരു ത്രാസ്, നിങ്ങൾ കാണിച്ച ആ ഒരു നന്മ, നിങ്ങൾ ചെയ്ത ഒരു ഗുഡ് കർമ്മ, വിശ്വാസം, കെയറിങ്, ഇതിൻ്റെയെല്ലാം ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ മതിമറന്ന് സന്തോഷിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ്സിൻ്റെ എല്ലാം ഫലമായിട്ട് വളരെ റിലാക്സ് മൈൻഡോടു കൂടി നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും കടന്നു പോകാൻ പാകത്തിന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് യൂണിവേഴ്സ് നൽകാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ പൂർണ്ണമായും കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു യൂണിവേഴ്സ്. നിങ്ങളെ പൂർണ്ണമായും വാച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ കെയറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വളരെയധികം തകർന്ന ഒരു എനർജിയിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന വ്യക്തികളാണ്. ആ പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ചീറ്റിങ്ങും അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡും നിങ്ങളെ മാറ്റി നിർത്തിയതും ആ ഒരു പെയിനും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ചുമക്കാൻ വയ്യാത്ത ഭാരവും കൂടി നിങ്ങൾ ചുമന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു പെയിൻ കൂടി നിങ്ങൾ എക്സ്ട്രാ ചുമക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങളെ കെയറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ അറിയാതെ പൂർണ്ണമായും യൂണിവേഴ്സിൻ്റെ കരങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് ഉൾത്തിരിയാനും നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും നൽകാൻ വേണ്ടിയിട്ടുമാണ് യൂണിവേഴ്സ് ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ കൊണ്ടുവന്നതും ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കിയതുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിലേക്ക് നോക്കി, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തെല്ലാം നേടാൻ സാധിക്കും, നിങ്ങളുടെ സ്കിൽസുകളെ നിങ്ങൾ തിരിച്ചറിയണം, അതായത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയണം എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇമോഷണലി നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ, പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു എനർജിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു പേഴ്സണോടൊത്ത് ഏറ്റവും അമിതമായ ഒരു സന്തോഷം, നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് യൂണിവേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളിൽ ചില സിറ്റുവേഷൻസുകളൊക്കെ പൂർണ്ണമായും ഫെയിലിയർ ആയി പോയതാണ് കേട്ടോ. ചിലരൊക്കെ നിങ്ങളിലേക്ക് വന്നത് അതൊരു റോങ് എനർജിയാണ്. ചില സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ വളരെ ശക്തമായി ചീറ്റിംഗ് ചെയ്ത, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത ചില സാഹചര്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ട്. ചില വ്യക്തികൾ ഇതിനകത്ത് ചില എനർജികളിൽ കാണുന്നത് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട പേഴ്സൺ അല്ലായിരുന്നു വന്നത്. അത് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ നാളെ എന്താവണമെന്നും നിങ്ങൾക്ക് എത്രത്തോളം ഉയരാൻ സാധിക്കും, നിങ്ങളുടെ വാല്യൂ നിങ്ങളെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വന്ന വ്യക്തികളാണ് ചിലതെന്നാണ് കാണുന്നത്. അത് ആ ഒരു പേഴ്സൻ്റെ കടന്നു കയറ്റവും അത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തോരം പവർ
പവറുണ്ട്, എത്രത്തോളം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ, വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുത്തിയതാണ് കേട്ടോ. ചില സിറ്റുവേഷൻസൊക്കെ വളരെ റോങ് ആയുള്ള എനർജി ആയിരുന്നു, അത് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിരാശയെ നിങ്ങൾ എന്ത് ചെയ്യണം? നിരാശയെ മറികടക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിനെ മറികടക്കുകയാണ് നിങ്ങളിലൊരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു ഇൻഡിപെൻഡൻസ് എന്നുള്ള എനർജിയിലേക്ക് നിങ്ങളൊരു സ്വതന്ത്രമാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ഷറി സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളെയാണോ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരികയാണ്. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ആണെങ്കിലും നിങ്ങൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന എനർജിയിൽ നിൽക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വരികയാണ്. ചിലപ്പോൾ നിങ്ങൾ നല്ല ഒരു സ്റ്റാർ എനർജിയിലേക്ക് പോകും കേട്ടോ. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിൽ നിങ്ങൾക്ക് ടോപ്പ് എനർജിയിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം പോസിറ്റീവായൊരു ഗുഡ് ഫീലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവർക്കൊരു മാർഗം, പുതിയൊരു പാത കാണിച്ചു കൊടുക്കാൻ പാകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത കാര്യം, നിങ്ങൾ എന്ത് കാര്യത്തെയാണ്, നിങ്ങൾ പാസ്റ്റിലെ നിങ്ങളുടെ ഒരു പ്രണയത്തെ, നിങ്ങളെ വിട്ടുപോയ ഒരു സിറ്റുവേഷൻസിനെ, അതിനെ നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ ഹോൾഡ് ചെയ്യുന്നത്, എത്രത്തോളം ആഴത്തിലാണോ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നത്, അത്രത്തോളം പ്രഷ്യസ് ആയിട്ട്, അത്രത്തോളം പവറായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കൂടാതെ തന്നെ നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ആ ഒരു എനർജി, ആ ഒരു കർമ്മ എൻഡ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ ഈ ഒരു വലിയൊരു സെപ്പറേഷൻ പീരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും മരണതുല്യമായ ഒരു എനർജി, അതായത് ആ ഒരു പേഴ്സണെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമാണ്. ആ ഒരു വ്യക്തിയുടെ ഒരു ചെറിയ രീതിയിൽ പോലും നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയിൽ അവരുടെ ഒരു സ്വരം പോലും മാറി നിങ്ങളോട് പെരുമാറിയാൽ അതുപോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെ തളർത്തി കളയുന്ന അത്രത്തോളം ബോണ്ടുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ ഈ എത്രത്തോളം സെപ്പറേഷനാണോ അനുഭവിച്ചത്, എത്രത്തോളമാണോ അവർ നിങ്ങളിൽ നിന്നും വിട്ടു നിന്നത്, നിങ്ങൾ ഈ ഒരു വേദന എന്ന് പറയുന്ന സാഹചര്യത്തെ അതിജീവിക്കേണ്ടി വന്നത്, ചില ടൈമുകളിൽ നിങ്ങൾക്കും കുറ്റബോധമൊക്കെ തോന്നാറുണ്ട്. കാരണം നിങ്ങളിൽ നിന്നും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില സമയത്തൊക്കെ നിങ്ങൾ ഇച്ചിരി ഹാർഷായിട്ടൊക്കെ പെരുമാറിയ ഒരു എനർജി നിങ്ങളുടെ മൈൻഡിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറ്റബോധവും, കുറച്ച് ഞാനോട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ച് അവരെ ഒന്ന് ഞാനും അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചില തോന്നലുകളും നിങ്ങളെ വളരെയധികം ഒരു നിരാശ, ദുഃഖത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് നിങ്ങളുടെ ഒരു പാസ്റ്റ് കർമ്മയായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും ചെയ്തു പോയ ചില തെറ്റിൻ്റെ ഫലമാവാം, മറ്റൊരു സ്ഥലത്ത് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചൊരു പെയിൻഫുള്ളിൻ്റെ ഒരു എനർജി ആവാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ കടന്നു പോകേണ്ടതായിട്ട് വന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ 100% ഉണ്ട്, അതിൻ്റെ ഫലവുമാവാം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് വളരെ സമാധാനം നിറഞ്ഞ, പ്രഷ്യസായ, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്ന കേട്ടോ. അതായത് നിങ്ങളുടെ കർമ്മ എൻഡായിട്ടുണ്ട്, നിങ്ങളുടെ ബാഡ് കർമ്മ എൻഡായി നിൽക്കുന്നു. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ് എൻഡായതായിട്ടാണ് കാണുന്നത്. കുറച്ച് ഡിഫിക്കൽറ്റിയാണ് നിങ്ങൾക്കിനി ഒരു കാര്യത്തെ കറക്റ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നാലും അതിനെ ഇനി കണക്റ്റ് ചെയ്യുക എന്നത് നിങ്ങൾക്കൊരു ചഞ്ചലിപ്പാണ് കേട്ടോ. ഒരു സ്റ്റക്നെസ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റി, ഒരു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങൾക്കിടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സത്യം നിങ്ങൾക്ക് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായും കർമ്മ എൻഡായിട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവും പ്രഷ്യസുമായൊരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്കിടയിലുണ്ടായ ഈ ഒരു തടസ്സങ്ങളും സെപ്പറേഷനും
ഫൈറ്റിംഗ് എനർജിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടെ ഇടയിൽ മറ്റു പല വ്യക്തികളും ഇടപെട്ടിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു ബന്ധനം നിങ്ങൾക്കിടയിൽ, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആയതായിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ്, ഒരു ബ്ലാക്ക് എനർജി കലർന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസക്കേടുകൾ നിങ്ങൾക്കിടയിൽ വന്നു പോയ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കാണുന്നത്. മറ്റു പലരിൽ നിന്നും നിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസക്കേടിനെ സൃഷ്ടിച്ചെടുത്ത ഒരു എനർജിയാണ് കാണുന്നത്. അതല്ലാതെ നിങ്ങൾ ഏറ്റവും നല്ല ഡെസ്റ്റിനിയിലും ഏറ്റവും ബോണ്ടുള്ള ഒരു എനർജിയിലും പെട്ട രണ്ട് വ്യക്തികളായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പോവുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ തുടക്കത്തിന് കാരണമായി തീരുമെന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ ഇപ്പോൾ ആ ഒരു കർമ്മയുടെ എൻഡിങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിലാക്സ് മനസ്സോടുകൂടി, റിലാക്സ് ആയ ഒരു മൈൻഡോടു കൂടി നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനുള്ള സമയമാണ്. അതായത് ഒരു വെൽത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, ഒരു ക്ഷേമമൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ടേക്ക് എത്തിക്കുക എന്നത് കുറച്ച് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും അർപ്പണബോധത്തോടും കൂടിയാണോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നത്, അതിനെ ഇനി കാണാൻ ശ്രമിക്കുന്നത്, അത്രത്തോളം നിങ്ങൾക്ക് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. കുറച്ച് എക്സ്ട്രാ ബർഡനൊക്കെ നിങ്ങൾ അനുഭവിച്ചതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസൊക്കെ എൻഡ് ആവുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ ഒരുപാട് ബർഡൻ മറ്റാരോടും ഷെയറിങ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ബർഡൻ അനുഭവിച്ചാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയതിനൊപ്പം തന്നെ നിങ്ങളുടെ ചുമതലകളും നിങ്ങൾക്ക് മറ്റ് സിറ്റുവേഷൻസുകളും എല്ലാം കൂടി നിങ്ങൾക്കൊരു വല്ലാത്ത ഭാരമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അതെല്ലാം മാനേജിങ് ചെയ്യാനും കൺട്രോളിങ് ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിക്കാനും പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പവർഫുള്ളായ എനർജിയിലേക്ക് വരികയാണ് കേട്ടോ. അതായത് വിവാഹമൊക്കെ കഴിക്കാത്ത സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ മാര്യേജിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അതായത് ഒരു പുതിയ തുടക്കം, ഒരു ഗ്രോത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതൊരു ചെറിയ രീതിയിലല്ല, വളരെയധികം ഇൻസ്പിറേഷനോട് കൂടിയ, വളരെ ശക്തമാകുന്ന ബ്ലെസ്സിങ്സോട് കൂടിയ, യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. മദ്യം മറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഭരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ നിർത്താൻ പറ്റും. ഏത് നെഗറ്റീവായ സിറ്റുവേഷൻസിനെ ഇനി നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കുറച്ച് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും നിങ്ങളുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറയാൻ പറ്റുന്നിടത്തൊക്കെ നോ എന്ന് പറയാനും തുറന്നു പറയേണ്ട കാര്യങ്ങളെ തുറന്നു പറയാനുമൊക്കെ ഉള്ള ഒരു ബോണ്ട് എനർജിയിൽ നിങ്ങൾ വന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു ഇമോഷണലി നിങ്ങളുടെ ആ ഒരു റിഗ്രഷൻ, നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒന്ന് ഹീലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പവർഫുള്ളായ എനർജിയിലേക്ക് മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, വലിയ ശക്തമായ വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടി ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും വരാൻ പോകുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ആ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വളരെയധികം ബോണ്ടോടുകൂടി, വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടി കാണുന്നു. നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു പവർ വേണം. അതായത് നിങ്ങളെ ആ ഒരു പേഴ്സൺ വളരെയധികം കൺട്രോളിങ്ങിൽ നിർത്തി എന്നുള്ള ആ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ ശരിക്കും അവർ ഭരിച്ചു എന്ന ഒരു എനർജി, നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ നിങ്ങളെ മിസ്യൂസ് ചെയ്തു എന്നൊരു എനർജി അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു തിരിച്ചറിവ് അവർക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റം നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന ആ ഒരു തിരിച്ചറിവും ആ ഒരു പേഴ്സൺ ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരൊരു ബൗണ്ടറി ഇട്ട് ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ മുന്നിലേക്ക് പ്രകടിപ്പിക്കാതെ നിൽക്കുന്നുവെങ്കിൽ തന്നെ അവർ ശരിക്കും ഇമോഷണലി നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു. അവരുടെ മനസ്സ്
മനസ്സുകൊണ്ട് അവരുടെ ഒരു മൈൻഡ് കൊണ്ട് നിങ്ങളുമായിട്ട് അവർക്ക് നല്ലൊരു കണക്ഷൻസ് ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു സ്പിരിച്വലാണ്, നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ എനർജി വളരെ ശക്തമായിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അവർ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു സെപ്പറേഷൻ പീരീഡ് കൊണ്ട് അവർക്ക് പല കാര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പലരുടെയും കൺട്രോളിങ് പവറിൽ തല കുനിച്ച് നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാണിങ്ങിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു എനർജിയിലൊക്കെ ആ ഒരു പേഴ്സൺ പെട്ടുപോയിരുന്നു എന്നാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത എനർജിയിൽ നിന്നും അവർ തിരിച്ചു പോരുക എന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. ശരിക്കും അവർക്ക് ഭയമുണ്ട് നിങ്ങളിലേക്ക് വരിക എന്നത്. കാരണം അവരൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. കാരണം നിങ്ങളുടെ അരികിലേക്ക് വരിക എന്നത് അവർക്കൊരു ഭയമാണ്. കാരണം അവർ മൾട്ടിപ്പിൾ പ്രയോറിറ്റി, അതായത് നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസിനെയും കൂടി അവർ ഹാൻഡിൽ ചെയ്തു എന്നതാണ് അവരുടെ ഉള്ളിൽ വന്ന് നിൽക്കുന്ന ഒരു ഭയം എന്നത് കേട്ടോ. നിങ്ങളെ വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവായ പല സാഹചര്യങ്ങളെയും അനുഭവിക്കാൻ സാധിക്കുമെന്ന ഒരു തിരിച്ചറിവ്. നിങ്ങളൊരു നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടൊക്കെ ആ ഒരു പേഴ്സണ് നൽകിയ ആ ഒരു തിരിച്ചറിവ്, അവർക്ക് കരിയർ പാത്തിലൊക്കെ ഒരു സക്സസ് വന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതായത് നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയപ്പം അവർക്ക് ഓൾറെഡി ഓരോ ഓപ്പർച്യൂണിറ്റീസുകൾ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരുന്നു. അത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേതും അവരുടേതെന്നുമുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് നിങ്ങളിലേക്ക് വരികയാണ് കേട്ടോ. അവർക്ക് വേണ്ടതൊരു ഹാപ്പി ഫാമിലിയാണ്. കുറച്ച് ഡിലേ ആയാൽ അവർ മറ്റൊരു സ്ഥലത്ത് ട്രാപ്പിഡ് ആയി എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അവർ തെറ്റായ ഒരു റോങ് ആയ സിറ്റുവേഷൻസിൽ പോയി പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം ഒരു യാത്ര തന്നെയാണ്. മാത്രവുമല്ല അവരൊരു ഇമോഷണലി ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.